പ്രവാസ ലോകത്തെത്തുമ്പോഴും മലയാളിയുടെ മനസ്സ് എപ്പോഴും നാട്ടിലെ വീട്ടുമുറ്റത്തായിരിക്കും. എന്നാൽ ഇന്ന് ആഗ്രഹങ്ങൾക്ക് തടസ്സമായി യുഎഇയിൽ നിന്നുള്ള യാത്രാക്ലേശം ഒരു വൻമതിലായി ഉയർന്നു നിൽക്കുന്നു. വിമാന ടിക്കറ്റ് നിരക്കിലെ അനിയന്ത്രിതമായ വർധനവും സർവീസുകളുടെ എണ്ണക്കുറവും പ്രവാസികളുടെ സ്വപ്നത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. അവധിക്കാലം ആഘോഷിക്കാനും പ്രിയപ്പെട്ടവരെ കാണാനും മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കിയിരുന്ന കുടുംബങ്ങൾ ഇന്ന് നിസ്സഹായ അവസ്ഥയിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള വ്യോമയാന മേഖലയെ പിടിച്ചുലയ്ക്കുമ്പോൾ അതിന്റെ നേരിട്ടുള്ള ആഘാതം ഏറ്റുവാങ്ങുന്നത് സാധാരണക്കാരായ പ്രവാസികളാണ്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക എന്നത് ഒരു ആഡംബരമായി മാറുന്ന കാലത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും ഈ ഘട്ടത്തിലൂടെയുള്ള ഒരു യാത്രയാണിത്. ഉയർന്ന യാത്രാ നിരക്കുകളും വിമാന സർവീസുകളുടെ എണ്ണക്കുറവും കാരണം യുഎഇയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. അതിനാൽ കുടുംബങ്ങൾക്കടക്കം മുൻകൂട്ടിയുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യുന്നത് പലർക്കും ബുദ്ധിമുട്ടായി. യുഎഇയിലെ സ്കൂൾ അവധിക്കാലം മുൻനിർത്തി മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയാണ് പതിവ്. യാത്രാ നിരക്ക് കുറഞ്ഞു കിട്ടാനാണ് മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ കൂടിയ നിരക്കുകളിൽ എങ്ങനെ നാട്ടിൽ പോയി വരുമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവുണ്ടാകാത്ത സാഹചര്യമാണ് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് യുഎഇയിൽ നിന്ന് വിമാന സർവീസുകൾ കുറച്ചത് യാത്രക്കാർക്ക് ഇരുട്ടടിയായി. പരിമിതമായ വിമാന സർവീസുകൾ കാരണം ഉദ്ദേശിച്ച രീതിയിൽ സീറ്റുകൾ ലഭ്യമല്ല. അടിയന്തര സാഹചര്യങ്ങളിൽ പോലും നാട്ടിലെത്തി മടങ്ങാൻ സാധിക്കുന്നില്ലെന്നാണ് പല പ്രവാസികളും പറയുന്നത്. ഇനി നാട്ടിലെത്തിയാൽ തന്നെ ഉദ്ദേശിച്ച പോലെ തിരിച്ചെത്താൻ സാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നതാണ്. ഇക്കഴിഞ്ഞ പെരുന്നാൾ നാട്ടിൽ ആഘോഷിക്കാനും ഭൂരിഭാഗം പേർക്ക് യാത്രാ പ്രശ്നം കാരണം സാധിച്ചിരുന്നില്ല. കൂടിയ യാത്രാ നിരക്ക് കാരണം ഇക്കുറി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിലും പ്രവാസി പ്രാതിനിധ്യം കുറവായിരുന്നു. പല മണ്ഡലങ്ങളിലും വിജയത്തെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയും മുന്നണികൾ തള്ളിക്കളയുന്നില്ല. വിഷുവിന് മുന്നോടിയായി നാട്ടിലെത്തുന്നവരാണ് പ്രവാസി മലയാളികൾ ഏറെയും. ഈ വർഷം അത് മുടങ്ങി പലർക്കും. ഉയർന്ന ടിക്കറ്റ് നിരക്കും വിമാന സർവീസുകളുടെ എണ്ണക്കുറവും കാരണം ചിലർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ പോലും നാട്ടിൽ പോകാനാവാത്ത സാഹചര്യമുണ്ടായി. സമാന സാഹചര്യം കോവിഡ് കാലത്തായിരുന്നു പ്രവാസികൾ നേരിട്ടത്. ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലെ ചില മേഖലകളിലേക്ക് ദിവസം 40 സർവീസുകൾ നടത്തിയത് 10 കുറഞ്ഞിട്ടുണ്ടെന്നാണ് ട്രാവൽ ഓപ്പറേറ്റർമാർ പറയുന്നത്. ഇത്തരത്തിൽ സർവീസുകൾ കുറയുന്നത് നിരക്കുകൾ കുത്തനെ കൂട്ടാൻ കാരണമായി. ആഗോളതലത്തിലെ ഇന്ധനവില വർധനവും വിമാനയാത്രാ നിരക്ക് കൂട്ടാൻ മറ്റൊരു കാരണമായി. ഇതൊക്കെ കാരണം ടിക്കറ്റ് വിതരണത്തിൽ അസ്ഥിരത നേരിടുകയാണ്. മുൻപ് യാത്രക്കാർക്ക് ഇന്ത്യയിലെ പ്രാദേശിക റൂട്ടുകളിലേക്ക് ദിനംപ്രതി 5-6 വിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നിലവിൽ അത് 1-2 ആയി കുറഞ്ഞിരിക്കുന്നു. മുൻകൂട്ടിയുള്ള എയർലൈൻ ഷെഡ്യൂളുകളും ചുരുങ്ങിയത് ഒരാഴ്ച മുൻപാണ് നൽകുന്നത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പറക്കാൻ യാത്രക്കാർ ധാരാളമുണ്ട്. CIS രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ കുത്തനെ കുറയുകയും ചെയ്തു. വിമാന കമ്പനികൾ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്രിമക്ഷാമം മുതലെടുത്ത് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം പ്രവാസികൾക്കിടയിൽ ശക്തമാണ്. വരും മാസങ്ങളിലും നിരക്കുകൾ കുറഞ്ഞില്ലെങ്കിൽ പല കുടുംബങ്ങൾക്കും ഈ വർഷത്തെ സന്ദർശനം പൂർണ്ണമായി ഒഴിവാക്കേണ്ടി വന്നേക്കാം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നതുവരെ യാത്രാ പ്രതിസന്ധി രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. സമാധാന കരാർ നിലവിൽ വരുന്നതോടെ അതിവേഗം പ്രതിസന്ധി അവസാനിക്കുകയും സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്തേക്കും. മണൽക്കാറ്റുകളെ അതിജീവിച്ച് മറുനാട്ടിൽ വിയർപ്പൊഴുക്കുന്ന പ്രവാസിക്ക് നാട്ടിലേക്കുള്ള ഓരോ യാത്രയും ഒരു ഉത്സവമാണ്. എന്നാൽ ഇന്ന് ആ സ്വപ്നയാത്രകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് അമിത വിമാന നിരക്കുകളും സർവീസുകളുടെ കുറവും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള വിമാനയാത്രകളെ തകിടം മറിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് സാധാരണക്കാരായ പ്രവാസികൾ തന്നെയാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത അവധിക്കാലങ്ങളും വിശേഷ ദിവസങ്ങളും വെറും ആഗ്രഹങ്ങളായി മാത്രം മാറുന്നു. കോവിഡ് കാലത്തിന് സമാനമായ ഒരു ഒറ്റപ്പെടലിലേക്കും അനിശ്ചിതത്വത്തിലേക്കും പ്രവാസി സമൂഹം നീങ്ങുന്ന കാഴ്ചയാണെന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് പ്രകടമാകുന്നത്. പ്രവാസ ലോകം ഇന്ന് നേരിടുന്ന യാത്രാ പ്രതിസന്ധി ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ വൈകാരികമായ ആവശ്യങ്ങളെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. കോവിഡ് കാലത്തിന് സമാനമായ ഈ സാഹചര്യം പ്രവാസികളുടെ നാട്ടിലേക്കുള്ള ബന്ധങ്ങളെ കൂടി ദുർബലപ്പെടുത്തുന്നതാണ്. ആഗോളതലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ധനവിലയും വ്യോമയാന മേഖലയെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ യാത്രക്കാരെ സംരക്ഷിക്കാൻ കൃത്യമായ ഇടപെടലുകൾ ആവശ്യമാണ്. പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം പുലരുന്നതോടെ വിമാന സർവീസുകൾ പഴയപടിയാകുമെന്നും യാത്രാ നിരക്കുകൾ സാധാരണ നിലയിലാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. പ്രവാസികൾക്ക് തടസ്സമില്ലാതെ തങ്ങളുടെ വേരുകളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം എത്രയും വേഗം ഉണ്ടാകണം. അനിശ്ചിതത്വത്തിന്റെ ഈ കാർമേഘങ്ങൾ ഉടൻ നീങ്ങുമെന്ന് തന്നെ നമുക്ക് കരുതാം.